നമസ്കാരം. ഞാൻ PSC ക്ലാസ് എടുക്കുന്ന ഒരു വ്യക്തിയാണ്. PSC ക്ലാസ്സുകളിൽ ചെന്ന് ആദ്യം തന്നെ ചോദിക്കുന്ന ഒരു കാര്യം എന്താ, അവർക്ക് ഇഷ്ടമില്ലാത്തൊരു സബ്ജക്റ്റ് ഏതാ എന്ന് ചോദിച്ചാൽ എല്ലാവരും കൂടി പെട്ടെന്ന് പറയുന്ന ഒരു സബ്ജക്റ്റാണ് എന്ത്, മാത്സ്. ഓക്കെ, ഒരിക്കലും PSCക്ക് മാത്സ് ഇല്ല. PSCക്കുള്ള ഒരു സബ്ജക്റ്റ് എന്താ, മെന്റൽ എബിലിറ്റിയാണ്. അതിന്റെ മലയാളം എന്താ, മാനസിക ശേഷി. സോ നിങ്ങൾ ആലോചിക്കുക, ഏറ്റവും വെറുപ്പ് എന്താ, മാനസിക ശേഷി. അതില്ല എങ്കിൽ PSCക്ക് എങ്ങനെയാ ഒരു ലിസ്റ്റിൽ പെടാൻ സാധിക്കുക? സോ ലിസ്റ്റിൽ പെടണമെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് എന്ത്, മാത്സ്. സോ ഈ മാത്സ് പഠിക്കാതെ കണ്ട് ലിസ്റ്റിൽ വരാൻ സാധിക്കില്ല. ഞാനൊരു മാത്സുകാരനായതുകൊണ്ടല്ല കേട്ടോ അങ്ങനെ സംസാരിച്ചത്. പൊതുവെ മാത്സിനെ കുറിച്ചുള്ള ഒരു അഭിപ്രായം PSC കുട്ടികൾക്കുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിക്കുക, PSCയിൽ മാത്തമാറ്റിക്സിന്റെ ഇമ്പോർട്ടൻസ് പരീക്ഷ എഴുതിയ എല്ലാവർക്കും അറിയാം. അതൊരു റാങ്ക് മേക്കിംഗ് സംഭവമാണ്. സോ മാത്സ് പഠിക്കാതെ കണ്ട് PSCയിൽ റാങ്ക് ലഭിക്കാൻ എളുപ്പമല്ല. റെഡി? സോ നമുക്ക് ആ ഒരു ഇതിലേക്ക് വേണ്ട കുറച്ച് ചാപ്റ്ററുകളെ കുറിച്ച് ഞാൻ സംസാരിക്കാം. അല്ലെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയ ഒരു ചാപ്റ്ററാണ് റേഷ്യോ. ഇന്ന് ഞാൻ ക്ലാസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് റേഷ്യോനെ കുറിച്ചാണ്. എൻ്റെ പേര് മധു. ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് കയറാം. ശ്രദ്ധിച്ച് കേൾക്കുക. പൊതുവെ പറയുന്ന ഒരു കാര്യമാണ്, ചോദ്യം ഇങ്ങനെയാണ് തുടങ്ങാറ്, 3:5 എന്നാണ് സാധാരണ റേഷ്യോയിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം. എന്താണ് 3:5 എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓൾറെഡി നമുക്ക് തോന്നുന്ന ഒരു കാര്യം എന്താ, 3x 5x എന്ന് എഴുതലാണ്. ഓക്കെ, എന്തിനാണ് x ഉപയോഗിച്ചേ? അത് നമുക്ക് എല്ലാവർക്കും അറിഞ്ഞുകൂടാ. അത് ഉപയോഗിക്കാറുണ്ട്. അങ്ങനെയുള്ള ട്രെൻഡുകൾ മാറ്റണം. ഈ എക്സ് ആണ് ആദ്യം എന്താണെന്ന് അറിയണ്ടേ. ഈ എക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ഒരു കോൺസ്റ്റന്റ് വാല്യൂ എന്നാണ്. എന്താണ് ഈ കോൺസ്റ്റന്റ് വാല്യൂന്റെ അർത്ഥം? ഇത് രണ്ട് വ്യക്തികൾക്ക് നൽകിയ കവറുകളാണ് എന്ന് വിചാരിക്കുക. ഒരാൾക്ക് നൽകിയത് 3 കവറാണ്, മറ്റേ വ്യക്തിക്ക് നൽകിയത് 5 കവറാണ്. കവറിന്റെ അകത്ത് ഈക്വൽ വാല്യൂകളാണ്. ഇപ്പോൾ എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്, എന്താണ് ഈക്വൽ വാല്യൂ എന്ന് ഉദ്ദേശിക്കുന്നത്? ഒരു കവറിന്റെ അകത്ത് 100 രൂപ വെച്ചാണ് എങ്കിൽ ഇയാൾക്ക് കൊടുത്തത് 3 കവറാണ്. അപ്പൊ 100 രൂപ വെച്ച 3 കവർ. അപ്പൊ ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ടാവുക എന്ത് രൂപയായിരിക്കും? 300 രൂപയായിരിക്കും. അതേമാതിരി ഇദ്ദേഹത്തിന് കൊടുത്തതോ 5 കവറാണ്. സോ ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ടാവുക എന്തായിരിക്കും? 500 രൂപയാണ്. ക്ലിയർ ആവണുണ്ടോ? ഇത് 3:5 എന്നുള്ള അനുപാതത്തിലാണ്. നിങ്ങൾ നോക്കിയോ, 300 500 രണ്ടിലും കോമൺ വാല്യൂ ആയ 100 ഉള്ളത് കൊണ്ടാണ് ഇതിനെ 3:5 എന്നുള്ള അനുപാതത്തിൽ പറയുന്നത്. ഒന്നും കൂടി പറയട്ടെ, 2:3 എന്ന അനുപാതത്തിൽ AB എന്നവർക്ക് ശമ്പളം നൽകി. 2:3 എന്ന അനുപാതത്തിൽ AB എന്നവർക്ക് ശമ്പളം നൽകി. നമുക്ക് മനസ്സിലാവേണ്ട ആദ്യത്തെ കാര്യം എന്താണെന്നറിയോ? നമുക്ക് അപ്പൊ തന്നെ മനസ്സിലായി, 2x 3x. ആ x എഴുതാൻ കാരണം റേഷ്യോ ആയതുകൊണ്ടാണ്. ഇതല്ല നമ്മൾ മനസ്സിലാക്കണ്ടേ. നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയോ? എക്ക് കൊടുത്തത് 2 കവറാണ്. അപ്പൊ ഞാൻ എഴുതി വെച്ചു, എക്ക് കൊടുത്തത് 2 കവർ, ബിക്ക് കൊടുത്തതോ 3 കവർ. ക്ലിയർ ആയോ? അപ്പൊ എഴുതിയത് മനസ്സിലായെന്ന് വിചാരിക്കണോ? എയുടെ കയ്യിൽ 2 കവർ, ബിയുടെ കയ്യിൽ 3 കവർ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, 2 പേർക്കും കൂടി എത്ര കവർ കൊടുത്തിട്ടുണ്ട്? നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാല്ലേ, ഇയാളുടെ കയ്യിൽ ഇരിക്കുന്നത് 2 കവർ, ഇയാളുടെ കയ്യിൽ ഇരിക്കുന്നത് 3 കവർ. അപ്പൊ 2 പേരുടെയും കയ്യിൽ കൂടി എത്രയുണ്ട്? 5 കവർ. ക്ലിയർ അല്ലേ ഞാൻ പറഞ്ഞത്? അടുത്തത് ഒരു കാര്യം കൂടി ഞാൻ ചോദിക്കുകയാണ്, അവരുടെ കവറുകൾ തമ്മിലുള്ള വ്യത്യാസം. എയേക്കാൾ ബിക്ക് എത്ര കവർ കൂടുതൽ കൊടുത്തിട്ടുണ്ട്? 1 കവർ. ഇതാണ് ഇതിന്റെ മേജർ പാർട്ട്. ക്ലിയർ ആയോ? ഇതെന്തും നമുക്ക് മനസ്സിലാവും. ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കട്ടെ. 2:3 എന്ന അനുപാതത്തിൽ 2 പേർക്ക് ശമ്പളം നൽകി. മനസ്സിലായി? ബിക്ക് 30,000 രൂപ ശമ്പളമായി നൽകിയെങ്കിൽ എയുടെ ശമ്പളം എത്ര? ഇതാണ് ചോദ്യം. എന്താ പറഞ്ഞേ? ബിക്ക്. നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാല്ലേ, ബിയുടെ കയ്യിൽ എത്ര കവറാണല്ലേ? 3 കവർ. ഓൾറെഡി നമുക്ക് മനസ്സിലായ കാര്യം എന്താ, 3 കവറിലെ കാശാണ് ഞാനിപ്പോ പറഞ്ഞത്. എത്ര രൂപയാ പറഞ്ഞേ? 30,000 രൂപ. അപ്പൊ 3 കവറിൽ കൂടി എത്ര രൂപയാ? 30,000. ഉടനടി നമുക്ക് ഒരു കവറിലെ കാശ് കണ്ടുപിടിച്ചൂടെ? എങ്ങനെയാത്? 30,000/3. സോ ഉത്തരം എത്രയാ വരാൻ പോണേ? 10,000 രൂപയാണ് ഒരു കവറിലുള്ളത്.
ക്ലിയർ ആയോ? ദാറ്റ് മീൻസ് എക്സ് എത്രയാന്ന് കിട്ടി. ഇനി എല്ലാത്തിനും ഉത്തരം കിട്ടിയില്ലേടോ? എന്താ ചോദ്യം? എയുടെ ശമ്പളമാണ് ചോദിച്ചതെന്ന് വിചാരിക്കുക. 2 × x അല്ലേ? എക്സ് അല്ലേ നമുക്ക് ഇവിടെ കിട്ടിയത്. സോ 2 × x എത്രയാ? 20,000 രൂപയാണ്. ആരുടെ ശമ്പളം? എയുടെ ശമ്പളം. ഇനി ചോദിക്കുക ആകെ ശമ്പളം രണ്ടുപേർക്കും കൂടി നൽകിയത് എത്ര? 5 കവർ അല്ലേ? സോ 5 × 10,000. അപ്പൊ എത്രയാ വരുന്നത്? 50,000. വ്യത്യാസം, അവർ തമ്മിലുള്ള വ്യത്യാസം, എയേക്കാൾ ബിക്ക് കൂടുതൽ ലഭിച്ചത് എത്ര? എയേക്കാൾ ബിക്ക് കൂടുതൽ ലഭിച്ചത് 1 കവർ അല്ലേ? അപ്പൊ 1 കവറിൽ എത്രയല്ലേ? 10,000. എല്ലാത്തിനും ഉത്തരം കിട്ടും. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടതെന്ന് അറിയാലോ. എയുടെ ശമ്പളം അപ്പൊ എത്രയാ വരാൻ പോണേ? 2x. 2 × 10,000. ഉത്തരം എത്രയാ? 20,000. ഇതാണ് റേഷ്യോ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് ഏത് പ്രോബ്ലം വേണമെങ്കിലും ഇതേമാതിരി ചെയ്യാം. ഞാൻ കുറച്ച് പ്രോബ്ലംസ് പറയാം, നിങ്ങൾ എന്റെ ഒപ്പം ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ചോദ്യങ്ങൾ ഞാൻ പറയുന്നു. 2:7 എന്ന അനുപാതത്തിൽ എ ബി എന്നവർക്ക് ശമ്പളം നൽകി. രണ്ടുപേർക്കും കൂടി 81,000 രൂപ ശമ്പളം നൽകിയെങ്കിൽ ബിയുടെ ശമ്പളം എത്ര? എന്തായിരുന്നു ചോദ്യം? 2:7 എന്ന അനുപാതത്തിൽ എ ബി എന്നവർക്ക് ശമ്പളം നൽകി. രണ്ടുപേർക്കും കൂടി. അപ്പൊ തന്നെ പറഞ്ഞ കാര്യം എന്താ? ഒരാളുടെ കയ്യിൽ 2 കവർ, മറ്റാളുടെ കയ്യിൽ എത്ര കവറാ? 7 കവർ. രണ്ടുപേർക്കും കൂടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ചറിഞ്ഞൂടേടോ? എത്രയാ? 9 കവറിൽ 81,000 അല്ലേ? സോ 1 കവറിൽ എത്രയാ വരാൻ പോണേ? 81,000/9. 1 കവറിൽ എത്രയാ? 9,000 രൂപയാണ്. അങ്ങോർക്ക് ഏത് ശമ്പളം വേണമെങ്കിൽ നമുക്ക് കണ്ടുപിടിച്ചു കൊടുക്കാം കേട്ടോ. എയുടെ ശമ്പളമാണെങ്കിൽ 2 × 9,000, ബിയുടെ ശമ്പളമാണെങ്കിൽ 7 × 9,000. ഏതും നമുക്ക് കണ്ടുപിടിച്ചു കൊടുക്കാം. ഓക്കെ അല്ലേ? സോ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇതേ സെക്ഷനിൽ ഒരു ചോദ്യം കൂടി ഞാൻ പറയട്ടെ, എഴുതിക്കൊള്ളൂ കേട്ടോ. 3:4 എന്ന അനുപാതത്തിൽ 3:4 എന്ന അനുപാതത്തിൽ രണ്ടുപേരുടെ ശമ്പളങ്ങൾ എക്കും ബിക്കും ശമ്പളം നൽകി. എയേക്കാൾ ബിക്ക് 10,000 രൂപ കൂടുതൽ നൽകിയെങ്കിൽ അപ്പൊ തന്നെ നമ്മുടെ മനസ്സിൽ എന്താ വരണ്ടേ? എയേക്കാൾ ബിക്ക്. അതിന്റെ അർത്ഥം എന്താ? എയേക്കാൾ ബിക്ക് കൂടുതൽ കൊടുത്തിട്ടുണ്ട്. എത്ര കവർ കൂടുതൽ കൊടുത്തിട്ടുണ്ട്? 1 കവർ. സോ 1 കവറിലെ കാര്യമല്ലേ അവര് പറഞ്ഞത്? 1 കവറിൽ എത്രയാ? 10,000 രൂപയാ. സിമ്പിൾ ആയില്ലേ കേട്ടോ? ഇനി ഏതും കണ്ടുപിടിക്കാം. ഏതാ കണ്ടുപിടിക്കണ്ടേ? എയുടെ ശമ്പളമാണെങ്കിൽ 3x, ബിയുടെ ശമ്പളമാണെങ്കിൽ 4x. ആരുടെ വേണമെങ്കിൽ കണ്ടുപിടിക്കാം. എയുടെ ശമ്പളം ചോദിച്ചു വെച്ചാൽ 3,000 രൂപ, ബിയുടെ 30,000 രൂപ. ബിയുടെ ശമ്പളമാണെങ്കിൽ 40,000 രൂപ. രണ്ടുപേർക്കും കൂടിയാണെങ്കിൽ 7 × 10,000 70,000 രൂപ. ക്ലിയർ ആയില്ലേ? 3 സെക്ഷനും നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ക്ലിയർ ആയെന്ന് വിചാരിക്കണു. ഓക്കെ, നമുക്ക് ഇതേ മോഡൽ മറ്റൊരു പ്രോബ്ലം കൂടി ചെയ്യാം. ശ്രദ്ധിക്കാം, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടോളൂ കേട്ടോ. ഓക്കെ, 2:5 എന്ന അനുപാതത്തിൽ നിർത്തി. അപ്പൊ തന്നെ നമുക്ക് ആലോചിക്കാലോ. 2:5 നമുക്ക് എന്ത് വേണമെങ്കിൽ കണ്ടുപിടിക്കാം കേട്ടോ. എയുടെ ശമ്പളമാണോ, ബിയുടെ ശമ്പളമാണോ, ആകെ ശമ്പളമാണോ, വ്യത്യാസമാണോ, ഇതെല്ലാം നമുക്ക് കണ്ടുപിടിക്കാം. ഞാൻ ഇതല്ല പറയണത്, ഞാൻ പറയണത് ശ്രദ്ധിച്ചു കേൾക്കുക. 2:5 എന്ന അനുപാതത്തിൽ 2 സംഖ്യകൾ അവയുടെ ഗുണനഫലം 40 ആയാൽ ചെറിയ സംഖ്യ ഏത്? ഒന്നും കൂടി ചോദ്യം പറയാട്ടോ. 2:5 എന്ന അനുപാതത്തിൽ 2 സംഖ്യകൾ. അപ്പൊ തന്നെ ആലോചിക്കൂ, 2x 5x, 2 സംഖ്യകൾ കിട്ടിയില്ലേ? അവയുടെ ഗുണനഫലം എന്നാണ് പറഞ്ഞത്. അപ്പൊ ഗുണനഫലം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിക്കൂ, 2x × 5x. നോക്കൂ, ഗുണിക്കുമ്പോ i2 10, പക്ഷെ x × x എന്താ എഴുതുക? x². ക്ലിയർ ആയോ? അവയുടെ ഗുണനഫലം 40 ആയാൽ, അങ്ങനെയല്ലേ പറഞ്ഞേ? സോ എന്താ? 10x² ആണ് 40. സോ x² എത്രയാ വരിക? 40/10. വരാൻ പോകുന്നത് എത്രയാ? 4. x √4. എത്രയാ വരിക? 2. എക്സ് കിട്ടിയാൽ നമുക്ക് സമാധാനമാണ് കേട്ടോ. എക്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ശ്രദ്ധിക്കുക കേട്ടോ, ഇവിടുത്തെ വ്യത്യാസം എന്താന്നുള്ളത് പറയാം. ഇത്രയും നേരം കൂട്ടലായിരുന്നു. അപ്പൊ 2x + 5x 7x, 5x - 2x 3x. ഇങ്ങനെ എല്ലാം എക്സ് മാത്രമാണ് വന്നിരുന്നത്. ഗുണിക്കുമ്പോൾ വ്യത്യാസം വരും. ഗുണിക്കുമ്പോൾ എന്താ വരിക? 2x × 5x
ഗുണിക്കുമ്പോ 5 × 2 10 x × x സ്ക്വയർ ആവും. then x equal to √4 2 എന്ന് കിട്ടുകയാണ്. സോ എക്സ് കിട്ടി. ഇനി ഏതും കണ്ടുപിടിക്കാം. ചെറിയ സംഖ്യയാണോ വേണ്ടത്? 2x, അതിന് പകരം 2 × 2 4. അതേമാതിരി വലിയ സംഖ്യ ആണെങ്കിൽ 5x, 5 × 2 10. ഉത്തരങ്ങൾ കിട്ടുകയാണ് കേട്ടോ. ക്ലിയർ ആയെന്ന് വിചാരിക്കണോ? ഓക്കെ, ഇതേ മോഡൽ ഒരു പ്രോബ്ലം കൂടി പറയാം. 3:4 എന്ന അനുപാതത്തിൽ രണ്ടു സംഖ്യകൾ അവയുടെ HCF 2 എന്താ പറഞ്ഞേ? 3:4 എന്ന അനുപാതത്തിൽ രണ്ടു സംഖ്യകൾ. ശ്രദ്ധിക്കുക, അപ്പൊ തന്നെ എന്താ എഴുതുക? 3x 4x. ക്ലിയർ ആയോ? എന്താ പറഞ്ഞേ? അവയുടെ HCF ഊസാഖ എന്നാണ് പറയാ. HCF എഴുതി. HCF ഇതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. HCF എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹയസ്റ്റ് കോമൺ ഫാക്ടർ. എന്താ ഹയസ്റ്റ് കോമൺ? രണ്ടിലുമുള്ള കോമൺ ഫാക്ടർ ആണ് ചോദിക്കണേ. നിങ്ങളിവിടെ നോക്കൂ, ഇതാണ് നമ്മുടെ ഒരു സംഖ്യ 3x, ഇതാണ് അടുത്തൊരു സംഖ്യ 4x. അപ്പൊ രണ്ടിലും കോമൺ ആയിട്ടുള്ളത് ആരാ? നിങ്ങൾക്ക് ഇവിടെ തന്നെ കാണാനില്ലേ? ആരാ? x ആണ്. സോ ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്താ വരാൻ പോണത്? x. ക്ലിയർ ആയെന്ന് വിചാരിക്കണോ? LCM ലാസാഗു എന്നാണ് പറയാ. ലാസാഗു എന്ന് വെച്ചാൽ HCF എന്ന് വെച്ചാൽ എന്താ അർത്ഥം? എല്ലാത്തിലും കോമൺ. അപ്പൊ ആ കോമൺ എന്നുള്ളത് LCMത്തിലും ഉണ്ടാവണം. സോ ആദ്യം തന്നെ കോമൺ ഫാക്ടർ എഴുതി. ആരാത്? x. ഈ x ആണ് നമ്മൾ അവിടെ രണ്ട് സ്ഥലത്തും എഴുതിയത് കേട്ടോ. ഇനി ബാക്കിയുള്ളതും കൂടി അവിടെ എഴുതാം. അപ്പൊ ആരാ വരിക? 3 × 4. സോ ടോട്ടൽ എന്താ വരിക? 12x. ക്ലിയർ ആയെന്ന് വിചാരിക്കണോ? ഓക്കെ, ഇതേമാതിരി ഒരു ചോദ്യം കൂടി ഞാൻ അതിന്റെ അടിയിൽ എഴുതാം. അപ്പൊ ഒന്നും കൂടി കൂടുതൽ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ എഴുതുന്നു. എന്താ? 2:5 എന്ന അനുപാതത്തിൽ. അപ്പൊ തന്നെ നമ്മൾ എന്ത് എഴുതുക? 2x 5x എഴുതിയത് മനസ്സിലായെന്ന് വിചാരിക്കണോ? ഉടനടി എഴുതി HCF. എന്താ HCF എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹയസ്റ്റ് കോമൺ ഫാക്ടർ. രണ്ടിലുള്ള ഫാക്ടറിൽ കോമൺ ആരാ? x ആണ്. സോ ആദ്യം തന്നെ എന്ത് എഴുതി? കോമൺ ഫാക്ടർ x ആയിട്ട് എഴുതി. then എഴുതണു LCM എന്ന് എഴുതി. ആദ്യം തന്നെ എന്ത് എഴുതണം? x എഴുതണം. കാരണം എന്താ? ഹയസ്റ്റ് കോമൺ ഫാക്ടർ. എല്ലാത്തിലും ഉള്ള ആളാണ് കോമൺ ഫാക്ടർ. അതുകൊണ്ടാണ് ആദ്യം തന്നെ x എഴുതിയത്. then എന്ത് എഴുതണു? 2 × 5. സോ ടോട്ടൽ എത്രയാ വരിക? 10x. ക്ലിയർ ആയോ? നേരത്തെ കണക്കിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണെന്നറിയോ? 3:4 എന്ന അനുപാതത്തിൽ ഇരിക്കുന്ന രണ്ട് സംഖ്യകളുടെ HCF 2 ആയാൽ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാനില്ലേ? ആരാ HCF? x ആണ്. അവൻ 2 ആയാൽ എന്നാണ് പറഞ്ഞത്. സോ x അല്ലേ 2 ആയത്. ഇനി നോക്കൂ, LCM ആണ് അവരുടെ ചോദ്യം എന്ന് വിചാരിക്കുക. നമുക്ക് ഇവിടെ x കിട്ടിയില്ലേ? x കിട്ടി, നമുക്ക് എല്ലാം കിട്ടി കേട്ടോ. x കിട്ടി. അപ്പൊ x എന്താ വരാൻ പോണേ? 2. അപ്പൊ LCM എന്ന് പറഞ്ഞ ആരാ വരാൻ പോണേ? 12x. അപ്പൊ ഇവിടെ എന്താ വരിക? 12 × 2 24. ക്ലിയർ ആയോ? ഈ കണക്കിലാണെങ്കിലോ 2:5 എന്ന അനുപാതത്തിൽ ഇരിക്കുന്ന രണ്ട് സംഖ്യകളുടെ HCF 3 ആയാൽ എന്ന് പറഞ്ഞു. ഉടനടി മനസ്സിലെന്താ ആലോചിക്കണ്ടേ? x = 3. ക്ലിയർ ആയോ? സോ എന്താ വരണ്ടേ? 10 × 3. 10 × 3 എത്രയാ വരിക? 30 ആണ്. ആര് വരിക? LCM. ഇനി അവർക്ക് ആവശ്യം ചെറിയ സംഖ്യ ആണെന്ന് വിചാരിക്കുക. നോക്കൂ, ഇവനാണ് ചെറിയ സംഖ്യ. 2x അല്ലേ ചെറുത്. സോ 2 × 3 6 വരിക. വലിയ സംഖ്യയാണ് ചോദിച്ചാൽ 5 × 3 3 15 ആണ് വരിക. എല്ലാ സംഖ്യകളും നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. ക്ലിയർ ആയെന്ന് വിചാരിക്കട്ടെ. ഇതേ പാറ്റേണിൽ ഒരു ചോദ്യം കൂടി ഞാൻ എഴുതുകയാണ് കേട്ടോ. ശ്രദ്ധിക്കാം നിങ്ങള്. 4:7 എന്ന അനുപാതത്തിൽ രണ്ടു സംഖ്യകൾ ഇവയുടെ LCM 56 ആയാൽ HCF എത്ര? ക്ലിയർ ആയോ? ആദ്യം തന്നെ നമ്മൾ എന്താ എഴുതണ്ടേ? 4x 7x. അപ്പൊ തന്നെ എന്താ എഴുതണ്ടേ? HCF ആരാ വരിക? x. LCM എന്താ വരണ്ടേ? x × 4 × 7. അപ്പൊ 7 4 എത്രയാ വന്നത്? 28x. ഇനി അവർ തന്നത് ആലോചിക്കോ? LCM 56 ആയാൽ, അങ്ങനെയല്ലേ പറഞ്ഞത്. സോ 28x അല്ലേ 56. സോ x = ആരാ വരാൻ പോണേ? 56/28. എത്രയാ വരിക? 2. അപ്പൊ x കിട്ടി. ആരാ x എന്ന് വെച്ച് കഴിഞ്ഞാ? HCF. അപ്പൊ നമുക്ക് എഴുതിക്കൂടെ? HCF ആരാ? 2. ഇനി അവരുടെ ചോദ്യം എന്താ? ചെറിയ സംഖ്യ ആണെങ്കിൽ 4 × 2, വലിയ സംഖ്യ ആണെങ്കിൽ 7 × 2. മനസ്സിലായെന്ന് വിചാരിക്കട്ടെ. ഇതാണ്
ഫസ്റ്റ് പാർട്ട്.